പെഡഗോഗി ഓഫ് കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസി പാർട്ട് 1-ലെ 3rd ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എസ് എ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യമേ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഈ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ പെഡഗോഗിക്കൽ സബ്ജക്റ്റിനെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ലൈവ് സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ആ ലൈവ് സെഷനിൽ എല്ലാവരും നിർബന്ധമായിട്ടും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ നമ്മൾ പോകുന്നത് എസ് എ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കൊമേഴ്സ് ആസ് എ സ്കൂൾ സബ്ജക്ട്. ഓക്കെ, കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു സ്കൂൾ സബ്ജക്റ്റ് ആയിട്ട് ആ കൊമേഴ്സിന്റെ മീനിങ്, നേച്ചർ, സ്കോപ്പ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറും ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ആൻഡ് എസ്സേ അബൌട്ട് ബ്ലൂംസ് ടാക്സോണമി 2001 ഔട്ട്ലൈൻ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, 2001 എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. 2021 അല്ല, 2001 ആണ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി വന്നിട്ടുള്ളത്. ദെൻ രണ്ടാമത്തെ യൂണിറ്റിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ മൈക്രോ ടീച്ചിങ്, എക്സ്പ്ലെയിൻ മൈക്രോ ടീച്ചിങ് സൈക്കിൾ ഇൻ ഡീറ്റെയിൽ വിത്ത് ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഇത് തന്നെ 2024 ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് വീണ്ടും ആവർത്തിച്ച് പഠിക്കുക, മൈക്രോ ടീച്ചിങ് എന്താണെന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്ക്രൈബ് ദ സ്കിൽ ഓഫ് പ്രോബിംഗ് ക്വസ്റ്റ്യൻ സ്കിൽ ഓഫ് പ്രോബിംഗ് ക്വസ്റ്റ്യൻ ഇൻ മൈക്രോ ടീച്ചിങ് ഫോർ ഹയർ സെക്കൻഡറി കൊമേഴ്സ് എന്നുള്ളത്. ഓക്കെ, ദെൻ തേർഡ് യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യന് outline the steps in lesson plan, explain big hand teaching model of lesson planning in detail എന്നുള്ളതാണ്. ബിഗ് ഹാൻഡ് ടീച്ചിങ് മോഡൽ അതേപോലെ തന്നെ ലെസൺ പ്ലാനിന്റെ സ്റ്റെപ്സുകളുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻസിൽ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അതുകൂടാതെ തന്നെ ആ തേർഡ് യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളത് പ്രാക്ടിക്കൽ ലെവൽ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാനാണ്. സെലക്ട് വൺ ടോപ്പിക് ഓഫ് യുവർ ചോയ്സ് ഫ്രം ഹയർ സെക്കൻഡറി കോമേഴ്സ് സിലബസ് ആൻഡ് പ്രിപ്പയർ എ ലെസൺ പ്ലാൻ ഫോർ 45 minutes പീരീഡ്. ഇതും ആവർത്തിച്ചു വന്നിട്ടുള്ള ചോദ്യമാണ്. Then what is project method? Explain the steps involved in project in detail. ഇപ്പോൾ പ്രൊജക്ട് മെത്തേഡ് എന്നുള്ളതും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു മേഖലയാണ്. വാട്ട് ഈസ് ടീം ടീച്ചിങ്? ഹൗ വിൽ യു ഓർഗനൈസ് ടീം ടീച്ചിങ് ഫോർ യുവർ ഹയർ സെക്കൻഡറി ക്ലാസ് ബൈ ടേക്കിംഗ് എനി വൺ ടോപ്പിക് ഇൻ കൊമേഴ്സ് എന്നുള്ളത്. ടീം ടീച്ചിങ് ആണ് ഇവിടെ എടുത്ത് പറയുന്നത്. അതും കാണാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ടീം ടീച്ചിങ് എന്നുള്ളതും പ്രൊജക്ട് മെത്തേഡ് എന്നുള്ളതും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. വ്യത്യസ്തമായിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളതാണ് ഫോർത്ത് യൂണിറ്റിൽ. ദെൻ ഫിഫ്ത്ത് യൂണിറ്റിൽ വരുന്നത് വാട്ട് ഈസ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം. ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടില്ലെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഫ്ലിപ്ഡ് ക്ലാസ് റൂമിനെ കുറിച്ച് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് 2022 വാട്ട് ഈസ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം, എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് സ്യൂട്ടബിൾ ഇല്ലുസ്ട്രേഷൻ, ഔട്ട്ലൈൻ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. അതും അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോയ്സ് ആയിട്ട് വന്നിട്ടുള്ളത് ബ്രിങ് ഔട്ട് ദി എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് കൊമേഴ്സ് ടീച്ചർ എന്നുള്ളത്. ഇവിടെ ഗുഡ് കൊമേഴ്സ് ടീച്ചർ, മറ്റോടത്ത് ചോദിച്ചിട്ടുള്ളത് ഗുഡ് കൊമേഴ്സ് ടെക്സ്റ്റ് ബുക്കിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സിനെ കുറിച്ചും മറ്റൊക്കെയാണ്, ക്വാളിറ്റീസിനെ കുറിച്ചും ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 5 യൂണിറ്റിൽ നിന്നും ഇവിടെ ചോദിച്ചിട്ടുള്ളത് കുറച്ചൊരു വ്യത്യസ്തത ഉണ്ട്. അതൊന്ന് നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ ഷോർട്ട് ആൻസേഴ്സിലേക്ക് പോകാം. ഷോർട്ട് ആൻസറിൽ ചോദിച്ചിട്ടുള്ളത് 2022 ഹൗ കൊമേഴ്സ് ക്യാൻ ബി കൊറിലേറ്റഡ് വിത്ത് അതർ സബ്ജക്ട്സ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും പറഞ്ഞിട്ടുള്ളതാണ്, അത് തന്നെ ആവർത്തിച്ച് ചോദിച്ചു. ദെൻ ഡിഫറൻഷിയേറ്റ് മൈക്രോ ടീച്ചിങ് ആൻഡ് മാക്രോ ടീച്ചിങ്. മൈക്രോ ടീച്ചിങ്ങിനെ കുറിച്ചാണ് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ കമ്പാരിസൺ ആണ് വന്നിട്ടുള്ളത്. മൈക്രോ ടീച്ചിങ്ങും മാക്രോ ടീച്ചിങ്ങുമുള്ള ഡിഫറൻഷിയേഷൻ ആണ് ഇവിടെ എടുത്ത് പറയുന്നത്. അത് കൂടാതെ തന്നെ റൈറ്റ് ഡൗൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ യൂണിറ്റ് പ്ലാൻ ആൻഡ് ലെസൺ പ്ലാൻ. ലെസൺ പ്ലാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും പറയുന്നതാണ്. എന്നാൽ യൂണിറ്റ് പ്ലാനും ലെസൺ പ്ലാനും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് ഇവിടെ പറയേണ്ടത്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ CAI. അത് ആവർത്തിച്ച് ചോദിച്ചതാണ്, എങ്കിലും ഇവിടെയും ചോദിച്ചിട്ടുണ്ട്. CAI എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണ്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഔട്ട്ലൈൻ ദ യൂസ് ഓഫ് മാസ് മീഡിയ ഇൻ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ. ഔട്ട്ലൈൻ ദ യൂസ് ഓഫ് മാസ് മീഡിയ ഇൻ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇത് രണ്ടും ആവർത്തിച്ച് ചോദിക്കുന്ന കാര്യമാണ് ലാസ്റ്റ് യൂണിറ്റിൽ. അത് എസ് എ ആയിട്ടും അത് ഷോർട്ട് ആൻസർ ആയിട്ടും ചോദിക്കുന്നുണ്ട്. ഫോർത്ത് യൂണിറ്റിൽ CAI കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. അത് എസ് എ ആയിട്ടും ഷോർട്ട് ആൻസർ ആയിട്ടും ചോദിക്കുന്നുണ്ട്. ദെൻ ലെസൺ പ്ലാൻ തേർഡ് യൂണിറ്റിൽ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. പ്രാക്ടിക്കൽ ലെവലിലാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് കാണുന്നത്. അത് ഇവിടെ ഷോർട്ട് ആൻസർ ആയിട്ട് യൂണിറ്റ് പ്ലാനും ലെസൺ പ്ലാനും തമ്മിലുള്ള കമ്പാരിസൺ ആണ് പറയുന്നത്. ദെൻ മൈക്രോ ടീച്ചിങ് സെക്കൻഡ് യൂണിറ്റിൽ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. അതിൽ മാക്രോ ടീച്ചിങ്ങിനോട് കമ്പയർ ചെയ്തുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദെൻ കൊറിലേഷൻ വിത്ത് അതർ സബ്ജക്ട്, നമ്മുടെ സബ്ജക്റ്റിന്റെ മറ്റു സബ്ജക്റ്റുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഫസ്റ്റ് യൂണിറ്റിൽ ചോദിക്കുന്നത്. അതുകൂടാതെ തന്നെ അവിടെ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയെ കുറിച്ചും അല്ലെങ്കിൽ റിവൈസ്ഡ് ടാക്സോണമിയെ കുറിച്ചുമാണ് എടുത്തു പറയുന്നത്. അല്ലെങ്കിൽ ബ്ലൂംസ് ടാക്സോണമി എന്ന് സെപ്പറേറ്റും എടുത്തു പറയുന്നുണ്ട്. അവിടെ നിങ്ങൾ കൺഫ്യൂഷൻ വരരുത്.
ബ്ലൂംസ് ടാക്സോണമി എന്ന് ചോദിച്ചാൽ അത് പഴയ ടാക്സോണമിക്കൽ അപ്രോച്ചാണ്. റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി 2001 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻഡേഴ്സൺ ക്രാദോൾസിന്റെ ടാക്സോണമിക്കൽ അപ്രോച്ചാണ്. അപ്പൊ അത് രണ്ടും രണ്ട് തന്നെയാണ്. അത് രണ്ടും രണ്ടായിട്ട് തന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അത് ലൈവ് ക്ലാസ്സിൽ ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നുമുണ്ട്. ഇതിന്റെ എല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ എടുത്തുകൊണ്ടുള്ള ലൈവ് ക്ലാസ്സുകൾ ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് അനൗൺസ്മെന്റ് വരും. അത് ആ സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യാനും കൂടി ശ്രമിക്കുക. സോ എല്ലാവരും നന്നായി പഠിക്കുക, എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.